നമസ്കാരം. ഹൈറേഞ്ച് കുടുംബത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയാണ്, യൂട്യൂബിലെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു അടിപൊളി ഐഡിയ ആയിട്ട്, ഒരു ഇട്ടിവട്ട് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് മറക്കാതെ കാണുക. പിന്നെ എന്താ പറയുക, ഇത് അറിയാവുന്ന കുറേ പേരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. തീർത്തും എന്താ പറയുക, തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതായത് നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുവാണെങ്കിൽ, നമ്മളിപ്പം വീഡിയോ എടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ സമയം, ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ പറയുക വീട്ടിൽ ഇരിക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് വലിയ ജോലി ഇല്ലാത്തവർ. അപ്പോൾ അവർക്ക് എന്താ പറയുക ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതുവഴി റവന്യൂ ഉണ്ടാക്കുക, അതുവഴി സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക, വ്യൂസ് കൂട്ടുക, ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ വ്യൂ കൂടണമെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടാഗ് ഇട്ട് കൊടുക്കുക അല്ലേ, ടാഗ് ഇടണം. അപ്പോൾ ഈ ടാഗ് ഇടുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ. ഈ ടാഗ് ഇടുമ്പം എന്ത് ടാഗ് ആയിരിക്കും നമ്മൾ ഇടുക? ഈ ടാഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതായത് ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ളവർ യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങളാണോ സെർച്ച് ചെയ്യുന്നത് അങ്ങനെയുള്ള ആ പദങ്ങളാണ് നമ്മൾ ടാഗായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് മനസ്സിലായോ? ഇപ്പം മറ്റുള്ളവർ സെർച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ യൂട്യൂബ് സജഷൻ കൊടുക്കുക. അപ്പോൾ ഇതിനെയാണ് ടാഗ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ടാഗ് കൊടുത്താലേ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ മറ്റുള്ളവരെങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വലിയ പാടല്ലേ. ഇപ്പോൾ വേറൊരാൾ എങ്ങനെയായിരിക്കും യൂട്യൂബിൽ സെർച്ച് ചെയ്യുക? അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ. എന്നാൽ മനസ്സിലാക്കാം. ആ മനസ്സിലാക്കാവുന്നൊരു അടിപൊളി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം വേണ്ടത്, നമ്മൾ നേരെ ഗൂഗിളില്ലേ, കണ്ടല്ലോ, നമ്മൾ നേരെ ഗൂഗിൾ എടുക്കുക. ആ ഗൂഗിളിനകത്ത് നമ്മൾ കീവേഡ് ടൂള്, ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ എന്താ പറയുക ടൈപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നേരെ കീവേഡ് ടൂൾ നമുക്ക് നേരെ ടൈപ്പ് ചെയ്യാം കേട്ടോ. KEYWORD കീവേഡ് സ്പേസ് TOOL കീവേഡ് ടൂൾ എന്ന് വേണ്ട നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരെ എൻ്റർ കൊടുക്കുക. അന്നേരം ഇതെൻ്റെ ഫസ്റ്റ് ആദ്യമേ കിടപ്പുണ്ട്, ഇത് കണ്ടില്ലേ, അതിൻ്റെ സിമ്പിളും ഇതാണ് കീവേഡ് ടൂൾ. അതിൽ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നേരെ ഒരു എന്താ പറയുക അവരുടെ ഒരു സംഭവം തെളിഞ്ഞ് വരും. മേളിൽ കീവേഡ് ടൂൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇത് കണ്ടില്ലേ, ഇത് കാണാമല്ലോ. ഈ താഴെ ഗൂഗിൾ, നമുക്ക് വേണ്ടത് ഗൂഗിൾ അല്ല വേണ്ടത്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവർക്കുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഗൂഗിൾ അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് എന്താണ്, യൂട്യൂബാണ്. അപ്പോൾ താഴേക്കുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്യുക. താഴെയുള്ള ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട യൂട്യൂബ്. അങ്ങനെ യൂട്യൂബ് നമ്മൾ നേരെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടോ യൂട്യൂബിൻ്റെ എംബ്ലം മേളിൽ വന്നു. ഇനി നമുക്ക് എന്ത് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അറിയേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എന്നാ പറയാം, നമുക്കൊരു കാര്യം എന്താ, മുല്ലപ്പെരിയാർ ഡാം, അതൊന്ന് അടിച്ചു നോക്കാം അല്ലേ. മുല്ലപ്പെരിയാർ ഡാം, മുല്ലപ്പെരിയാർ സ്പേസ് ഡാം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. താഴെ ഇതേണ്ടേ ഗ്ലോബൽ, നമുക്ക് ഗ്ലോബൽ തന്നെയാണ് വേണ്ടത്, അവിടെ ഒന്നും ചേഞ്ച് ആക്കേണ്ടത് നിങ്ങൾ. നേരെ പിന്നെ ഇംഗ്ലീഷാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ, ഈ സെർച്ചിങ്, ആ സെർച്ച് കൊടുക്കുക. ഇതേണ്ടേ വന്നു കഴിഞ്ഞു. ഇതിൻ്റെ താഴേക്ക് എന്നിട്ട് നമുക്ക് നേരെ മേളിലോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ആൾക്കാർ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതേണ്ടേ മുല്ലപ്പെരിയാർ ഡാം ലേറ്റസ്റ്റ് ന്യൂസ്, മുല്ലപ്പെരിയാർ ഡാം ക്രാഷ് ആനിമേഷൻ, മുല്ലപ്പെരിയാർ ഡാം ക്രാഷ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്തേലും ആണോ വേണ്ടത്, ഇത് ഒരുപാടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് നമ്മൾ നേരെ ടൈപ്പ് ചെയ്തു, നമുക്ക് വേണ്ട ടൈപ്പ് ചെയ്യേണ്ടത് നമ്മൾ നേരെ കോപ്പി ചെയ്യുക, അതായത് സെലക്ട് ചെയ്താൽ മതി. ഇതുണ്ടല്ലേ, ഇതുണ്ട്, ഈ മേളിൽ ശരിയിട്ട് കൊടുക്കുക. ഇതെടുക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ അങ്ങനെ നേരെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ ഇതെൻ്റെ താഴെ വരിക. താഴെ വന്നിട്ട് ഈ ഓപ്ഷൻ കണ്ടോ, ഈ ഓപ്ഷൻ്റെ മേളിലോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത്ര സംഭവം നമുക്ക് നേരെ കോപ്പി എടുക്കണം. കോപ്പി എടുത്തിട്ട് നമ്മൾ വൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മുടെ വീഡിയോയിൽ ടാഗ് ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്തോട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ എങ്ങനെയുണ്ട്, സിമ്പിൾ ഐഡിയ അല്ലേ. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം അല്ലേ. ഇപ്പം എന്താ വേണ്ടത്, ഇപ്പം കേരളത്തിലെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പം ആ കപ്പൽ മുങ്ങുന്നതല്ലേ നമ്മൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഷിപ്പ് ആക്സിഡൻറ്റ് എന്നടിച്ച് നോക്കാം അല്ലേ. അതും കൂടെ നോക്കാം. ഷിപ്പ് ആക്സിഡൻറ്റ് നമ്മൾ കൊടുക്കും. നമ്മൾ നേരെ ഇതെൻ്റെ സെർച്ച് കൊടുക്കുന്നു. അപ്പോൾ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതെൻ്റെ എന്തൊക്കെയാണ് അതിനകത്തെ ഓപ്ഷൻ വേണ്ടത് ഇതിനെ കാണിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, ഷിപ്പ് ആക്സിഡൻറ്റ് ഇൻ കേരള, ഷിപ്പ് ആക്സിഡൻറ്റ് ഇൻ സീ, കണ്ടില്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട കീവേഡ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ഇതിനകത്ത് നമുക്ക് വരും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു 10 15 നമ്മളങ്ങ് സെലക്ട് ചെയ്യുക. കണ്ടില്ലേ,
നമ്മൾ നോക്കുക, ഇങ്ങനെ വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതായത് ഇതിൻ്റെ ഒരു ഓപ്ഷൻ, ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു കൂട്ടി ടാഗ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്ക് വേണ്ട എന്താണോ കാര്യം ആ കീവേഡ് നമ്മൾ ഇതിനകത്തോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പം നേരെ കോപ്പി ചെയ്യുന്നു, നമ്മൾ നേരെ എന്ത് ചെയ്യുക പേസ്റ്റ് കോപ്പി അടിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് നേരെ YT സ്റ്റുഡിയോ പോയിട്ട് ടാഗ് ഓപ്ഷനിൽ ചെന്നിട്ട് ഇത് നേരെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? അപ്പം ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുത്തരാം കേട്ടോ. ഓക്കെ, ബൈ.